സർ ആദ്യം ഈ $147 വന്നത് 2013-ലല്ല 2008-ലാണ്. 2008-ലാണ് $147 വന്നപ്പം ഒരു ഓയിൽ പൂൾ സിസ്റ്റം വന്നു. എന്നാണ് എല്ലാ ടാക്സസും വേണ്ടാന്ന് വെച്ചത്. എല്ലാ ടാക്സസും വെച്ചാൽ ഏറ്റവും കാരണം $147 ഒരു വീപ്പ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. ഈ ബാരൽ എത്ര ലിറ്റർ ആണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. അത് 159 ലിറ്റേഴ്സ്. 159 ലിറ്ററുള്ള ഒരു ബാരലിന് $147 എന്ന് പറഞ്ഞപ്പം അന്ന് ഈ ഓയിൽ പൂള് വന്നു. അത് മാത്രമല്ല അന്ന് ടാക്സസ് കംപ്ലീറ്റ് മൻമോഹൻ സിംഗ് വേണ്ടാന്ന് വെച്ചു. ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്നത് വില എന്ന് പറയുന്നത് വെറും 52 രൂപയാണ്. പിന്നെ എന്ത് പറ്റി കാര്യത്തിന് എന്നുള്ളതാണ് പ്രശ്നം. അവിടെ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആദ്യം മൻമോഹൻ സിംഗ് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അതുവരെ പെട്രോളിൻ്റെ പ്രൈസ് മാത്രമാണ് ഫ്രീ ആക്കിയത്. ഡീസൽ പ്രൈസസ് വെച്ചിരുന്നത് അന്നും ഗവൺമെൻറ്റാണ്. രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് 2009 വന്നപ്പം ചെയ്ത ഒരു മിസ്റ്റേക്കാണ്. എന്ത് ചെയ്തു? ഡീസൽ പ്രൈസസും മാർക്കറ്റ് റേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി. അതോടെ ഡീസൽ പ്രൈസസ് വിചാരിച്ചതിനേക്കാളും ലെവലിലേക്ക് കൂടാൻ തുടങ്ങി. ഈ സമയത്ത് അവിടെയാണ് നമുക്കിവിടെ ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ വേണം. കോംപ്രിഹെൻസീവ് പ്ലാന്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ സമയത്ത് ഇതെല്ലാം പഠിച്ചതാണെന്നല്ലോ ഞാൻ ചോദിക്കുക. നമ്മളിപ്പോ ഒരുപാട് ഹിസ്റ്ററി പരിശോധിച്ചിട്ടും കാര്യമില്ല. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നാം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടുമ്പോൾ വേറൊരു ഭാഗത്ത് ജനങ്ങൾക്ക് കാർക്ക് വാങ്ങിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. 90% കാറുകളും ഇന്ന് ലോണിലാണ് എടുക്കുന്നത്. അവിടെയൊക്കെയാണ് ഈ ടൈറ്റനിങ് നടത്തേണ്ടത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ എന്ത് വന്നാലും ശരി ബാങ്ക് ലോണിന്റെ റേറ്റ് കൂട്ടണം. അവർക്ക് കാർ ലോൺ അത്ര ഈസി ആയിട്ട് കൊടുക്കരുത്. പിന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ ഇപ്പം ഏകദേശം 40 മുതൽ 45 കോടി ജനങ്ങൾ വെൽ ഓഫ് എന്നൊരു കാറ്റഗറിയിലാണ്. അതായത് വെൽ ഓഫ് എന്നുള്ള ആൾക്കാർക്ക് ഏത് ലക്ഷറിയും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ലക്ഷറി പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ബാങ്കിങ് സിസ്റ്റമാണ്. ആ ബാങ്കിങ് സിസ്റ്റത്തിനെ ടൈറ്റൻ ചെയ്താൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നു നമുക്ക് വളരെയധികം ഈ കൺസ്യൂമറിസം കുറയ്ക്കാൻ പറ്റും. പ്രധാനമന്ത്രിയുടെ 6 പോയിന്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.